വെൽക്കം ടു മെഷീനറി വേൾഡ്. നമസ്കാരം, മെഷീനറി വേൾഡിന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഈ സ്റ്റാളിൽ, അതായത് ലൈവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മെഷീൻസ് ആണ്. സോ നമ്മുടെ മെഷീൻസ് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മെഷീൻസ് മാനുഫാക്ചറർ നമ്മളോടൊപ്പം ഉണ്ട്. വണക്കം, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വണക്കം എന്ന് പറയണ്ട, നമ്മൾ മലയാളിയാണ്. നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് ആലപ്പുഴയിലാണ് ഉള്ളത്. അപ്പൊ നമ്മളെ കേരളത്തിന്റെ ആയിട്ടുള്ള മെഷീൻസ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അതിൽ നമ്മൾ കുറെ മെഷീൻസ് വെച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്, സാറിന് ചാനലിൽ തന്നെ നേരത്തെ 1-2 മെഷീൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചപ്പാത്തി മേക്കിംഗ് മെഷീനാണ്. നമുക്ക് ഈ ചപ്പാത്തി മേക്കിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2-3 രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഫുൾ കുക്ക്ഡ്, ഹാഫ് കുക്ക്ഡ്, അങ്ങനെ 2-3 രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു മെഷീനാണ്. സാധാരണ ഒരു ചെറിയൊരു സംരംഭകന് അവന്റെ ഒരു ബിസിനസ് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു മെഷീൻ വെച്ച് നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. ബേസ് മോഡലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിന് കൂടി 1-2 മെഷീനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ചപ്പാത്തി യൂണിറ്റിന്റെ ഫുൾ യൂണിറ്റ്, അതായത് ഒരു ചെറിയ മൈക്രോ യൂണിറ്റ് തുടങ്ങുന്നതിന് ഈ മെഷീനും ഇതിന്റെ ആക്സസറീസ് ആയിട്ടുള്ള 1-2 മെഷീനുകൾ, ചപ്പാത്തിക്ക് നമുക്ക് മാവ് കുഴയ്ക്കുന്ന ഒരു മെഷീൻ, 2 നമുക്ക് ഇതിന്റെ ബോള് കട്ട് ചെയ്യുന്ന ഒരു മെഷീൻ, 3 നമുക്ക് ഇതിന്റെ കുക്ക് ചെയ്യുന്ന ഒരു മെഷീൻ. അങ്ങനെ അതായത് വളരെ കോസ്റ്റ് കുറഞ്ഞ 3-4 മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈ പ്രോഫിറ്റ് ഉള്ള ഒരു മാനുഫാക്ചറിംഗ്. അതെ, തീർച്ചയായും ചെയ്യാൻ പറ്റും. ഇതിന്റെ ഈ ഒരു മെഷീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഫുൾ കുക്ക്ഡ് ആയിട്ടും ഹാഫ് കുക്ക്ഡ് ആയിട്ടും എടുക്കാവുന്നതാണ് ഏറ്റവും വലുത്. നമുക്ക് ഹാഫ് കുക്ക്ഡ് ആയിട്ട് എടുക്കാൻ, നമുക്ക് പാക്കറ്റിൽ ചപ്പാത്തിയൊക്കെ കൊടുക്കുന്നവർക്ക് ഈ ഹാഫ് കുക്ക്ഡ് ആയിട്ട് നമുക്ക് എടുക്കാം. ഫുൾ കുക്ക്ഡ് വേണ്ടവർക്ക് നമുക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ കൺവെയർ വർക്ക് ചെയ്യും. അതിനനുസരിച്ച് നമുക്കിത് റൺ ആക്കാനായിട്ട് സാധിക്കും. വളരെ ചെലവ് കുറഞ്ഞതുമാണ്, നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്ന കാര്യം. 1 കിലോ മാവ് കൊണ്ട് നമുക്ക് 35 തൊട്ട് 45 വരെ ചപ്പാത്തി നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്കൊരു 8.5-9 ഇഞ്ച് റൗണ്ടിൽ റേഡിയസിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു. ഓക്കെ, അപ്പം ഇത് അതിന്റെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ മെഷീനാണ്. നമ്മൾ ഫുൾ ഔട്ടർ സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ബോഡിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ മെഷീന്റെ ഇൻ ആൻഡ് ഔട്ട് ആണ് ഇന്നിപ്പോ നമ്മൾ ഇതിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ കൺട്രോൾ യൂണിറ്റ് നമുക്ക് ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഇതിന്റെ കൺട്രോൾ യൂണിറ്റ്, നമുക്ക് ഇതിന്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്യാസ് മാനുവലി കൺട്രോൾഡ് ആണ്. അത് ഇതിനകത്ത് നമുക്ക് ഓൾറെഡി ഉണ്ട്, കൺവെയർ എല്ലാം വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്കിപ്പം പ്രസ്സിങ് വരുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇവിടെയാണ് നമുക്ക് അതിന്റെ പ്രസ് ചെയ്യുന്നത്. ഓരോ പ്രസ്സിങ്ങിനും ഇവനായിട്ട് നമുക്ക് ഓരോ ചപ്പാത്തി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു സ്പീഡ്. നമ്മുടെ സ്പീഡിനനുസരിച്ച് ഇത് നമുക്ക് വർക്ക് ചെയ്യും. നമുക്ക് എത്ര സ്പീഡ് ഉണ്ട് അത്ര സ്പീഡിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ സ്പീഡാണ് മെഷീന്റെ സ്പീഡ്. അതെ, നമുക്കിപ്പോ ഒരു മണിക്കൂറിൽ നമ്മൾ നിശ്ചയിക്കുന്ന സ്പീഡ്. അതെ, നമുക്ക് 600 ചപ്പാത്തിയുടെ മെഷീൻ ഉണ്ട്, 1000 ചപ്പാത്തിയുടെ മെഷീൻ ഉണ്ട്, 2000 ചപ്പാത്തിയുടെ മെഷീൻ. അത്തരത്തിലുള്ള കുറെ മെഷീൻസിന്റെ സെഗ്മെന്റ്സ് ഉണ്ട് നമുക്ക്. പിന്നെ നമുക്ക് ഇപ്പൊ കൺവെയർ നമുക്ക് ഫുള്ളി കുക്ക്ഡ് ആക്കണമെങ്കിൽ മാത്രം നമുക്ക് ഇതിന്റെ ഗ്യാസ് കണക്ഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് കൺവെയറിൽ ഓടിക്കാം. അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതിപ്പോ ഒരു ഡെമോ പീസ് ആണ്. നമുക്കിപ്പം പുതിയൊരു കസ്റ്റമറിന് കൊടുക്കുമ്പോൾ പുതിയ മെഷീനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പോ സ്റ്റോളിലൊക്കെ കൊണ്ടുപോയി നമുക്ക് ഡെമോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള. പിന്നെ നമ്മുടെ ഓഫീസിൽ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡെമോ ചെയ്ത് നോക്കാനുള്ള സാഹചര്യം കൂടെ ഉണ്ട്. അതായത് ഒരു കസ്റ്റമർ വരികയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് മെഷീന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ് മൊത്തത്തില് ട്രയൽ റൺ നടത്തി കാണാം. അതായത് ലൈവായിട്ട് ചപ്പാത്തിയുടെ പ്രൊഡക്ഷനും അതിന്റെ ബേക്കിങ്ങും എല്ലാം നോക്കി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം മെഷീൻ വാങ്ങാം. ഇല്ലെങ്കിൽ അതിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഈടാക്കുന്നില്ല. നിങ്ങൾ വന്ന് നോക്കുന്നു, നിങ്ങൾക്ക് മെഷീൻ ഇഷ്ടപ്പെട്ടത് പൂർണ്ണമായിട്ടും മെഷീനെ കുറിച്ച് സാറ്റിസ്ഫൈഡ് ആയി, അവർ കോൺഫിഡന്റ് ആവുന്നു. ഈ മെഷീൻ വെച്ച് എനിക്കൊരു സംരംഭം സ്വന്തമായിട്ട് റൺ ചെയ്ത് പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ 35% സബ്സിഡിയോടുകൂടി ലോൺ കിട്ടുന്നുണ്ട്. നമ്മൾ മൊത്തത്തിൽ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ഇപ്പം ഈ ഫുഡ് പ്രോസസിംഗ് മേഖല നല്ല സപ്പോർട്ടാണ് സർക്കാരിന്റെ ഭാഗത്ത്. മാത്രമല്ല, ഇപ്പം എല്ലാ ബാങ്കുകളും, നമ്മുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആയിക്കോട്ടെ, KSIDC പോലുള്ള പല സ്ഥാപനങ്ങളും MSME സെക്ടറിനോട് വളരെ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മൈക്രോ യൂണിറ്റ് മുതൽ മെഗാ യൂണിറ്റ് വരെ ഉള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ലോൺ സപ്പോർട്ടുകൾ നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളും ഇന്ന് വളരെ ലെനിയന്റ് ആയിട്ട് നമുക്ക് അത് കൺസിഡർ ചെയ്യുന്നു. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആകെ 700 സിവിൽ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ പാസ്സാകും എന്നുള്ളതാണ്. അത് 10 ലക്ഷം രൂപ വരെ വിത്തൗട്ട് സെക്യൂരിറ്റി, ഒരു സെക്യൂരിറ്റി ഇല്ലാതെ 10 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ എടുത്ത് തുടങ്ങാൻ പറ്റുന്നത്. അത് ഇപ്പൊ ചപ്പാത്തിയുടെ മാത്രമല്ല, 140-ൽ പരം മെഷീനറീസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് അഗ്രോ 3 സ്റ്റാർ മെഷീനറീസ്. അപ്പോൾ അല്ലേ,
അപ്പം ഏതെങ്കിലും ഒരു സംരംഭകന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സാറ് നമ്പർ കൊടുക്കുമല്ലോ അല്ലേ? ഡെഫിനറ്റ്ലി. അപ്പൊ നമ്പറിൽ വിളിക്കുക, ഞാനായിരിക്കും ആ ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാവിധ സപ്പോർട്ടുകളും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അത് കൺക്ലൂഡ് ചെയ്തോ വീഡിയോ? തീർച്ചയായിട്ടും ഈ നമ്മുടെ ഇന്ന് നടന്ന ഈ ചർച്ചയിൽ വളരെ പ്രതീക്ഷാ നിർഭരമായ ചില തീരുമാനങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്മുടെ എന്തെങ്കിലും ഒരു സംരംഭം, വിശേഷം ചപ്പാത്തി മാനുഫാക്ചറിംഗ് പോലുള്ള പ്രസ്ഥാനത്തിലേക്ക് ആരെങ്കിലും ചുവടെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഷീൻ സപ്ലൈ ചെയ്യും. അതിൻ്റെ മാനുഫാക്ചറിങ് ടെക്നോളജി അവർക്ക് മൊത്തത്തിൽ പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അതിനുള്ള വാറണ്ടി, ലോൺ കിട്ടുന്നതിനുള്ള സംവിധാനങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു മാനുഫാക്ചറെ, മെഷീൻ മാനുഫാക്ചറെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ വ്യവസായ മേഖലയ്ക്ക് ഇത് വലിയ ഒരു ചുവടുവെപ്പായിരിക്കും എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്.